ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു എഡ്യൂടാക്ട് അക്കാദമി. ഇപ്പോൾ നമ്മൾ +1 കെമിസ്ട്രി റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി നമ്മൾ കഴിഞ്ഞു. ഇന്ന് നമ്മൾ സെക്കൻഡ് ചാപ്റ്റർ സ്ട്രക്ചർ ഓഫ് ആറ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതോടൊപ്പം നിങ്ങൾക്ക് ഷോർട്ട് നോട്ട്സ് അവൈലബിൾ ആണ്. ദെൻ പ്രീവിയസ് ക്വസ്റ്റ്യൻസ്, പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. നമുക്കിന്ന് സെക്കൻഡ് ചാപ്റ്റർ റിവൈസ് ചെയ്യാം. ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിൽ 2 മെറ്റൽ ഇലക്ട്രോഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണാം, കാഥോഡ് ആൻഡ് ആനോഡ് 2 സൈഡിലായിട്ടുണ്ട്. ദെൻ ഒരു വാക്യൂം പമ്പ് വെച്ചിട്ട് പ്രഷർ റിഡ്യൂസ് ചെയ്ത് എബൌട്ട് 10⁻⁻⁴ അറ്റ്മോസ്ഫിയർ ആക്കിയിട്ടുണ്ട്. ദെൻ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നുണ്ട്. എബൌട്ട് 10,000 വോൾട്ടാണ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഒരു സെറ്റിങ്സിൽ ആ ഗ്ലാസ് ട്യൂബിൻ്റെ ഉള്ളിൽ അതിൻ്റെ ഗ്ലാസ് ട്യൂബിൻ്റെ സൈഡിലായിട്ട് ഒരു ഗ്രീനിഷ് ലൈറ്റ് ഫോം ചെയ്തു. ആ ഗ്രീനിഷ് ലൈറ്റിനെ പറ്റി കൂടുതൽ സ്റ്റഡീസ് നടത്തിയപ്പോൾ മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, കാഥോഡിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന റേസ് അത് ആ ഗ്ലാസ് ട്യൂബിൻ്റെ സൈഡിൽ വന്ന് ബൊമ്പാർഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വന്ന് ഇടിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ലൈറ്റ് അവിടെ ഫോം ചെയ്തത്. ഇങ്ങനെ കാഥോഡിൽ നിന്നും റേസ് വരുന്നതായിട്ടാണ് മനസ്സിലായത്. ആ റേസാണ് കാഥോഡ് റേസ് എന്ന് പറയുന്നത്. ഇനി ഈ കാഥോഡ് റേസ് അതിൻ്റെ ചാർജ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നെഗറ്റീവ് ചാർജാണെന്നും മനസ്സിലായി. ഇതാണ് ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺ. ദെൻ ഈ എക്സ്പെരിമെൻ്റാണ് കാഥോഡ് റേ ട്യൂബ് എക്സ്പെരിമെൻറ്റ്. ഇനി ഈ എക്സ്പെരിമെൻ്റ് റിസൾട്ട്സ് എന്ന് പറയുന്നത്, കാഥോഡ് റേസ് ആണെന്ന് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് ചാർജാണെന്നും പറഞ്ഞു. കാഥോഡിൻ്റെ ചാർജാണ് നെഗറ്റീവ് ചാർജ്, ആനോഡിന് പോസിറ്റീവ് ചാർജാണ്. അപ്പോൾ കാഥോഡ് റേസ് കാഥോഡിൽ നിന്നും പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് മൂവ് ചെയ്യുന്നത് ആനോഡിലേക്കാണ്. കാരണം ഓപ്പോസിറ്റ് ചാർജുള്ള ഇലക്ട്രോഡിലേക്കാണ് അത് മൂവ് ചെയ്യുന്നത്. ദെൻ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആബ്സെൻസിൽ ആ റേസ് ട്രാവൽ ചെയ്യുന്നത് സ്ട്രെയിറ്റ് ലൈനിലായിട്ടായിരിക്കും, ഒരു സ്ട്രെയിറ്റ് പാത്തിലായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ആബ്സെൻസിൽ കാഥോഡ് റേസ് മൂവ് ചെയ്യുന്നത്. ദെൻ നമ്മൾ പറഞ്ഞ കാര്യമാണ്, ആ റേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണുള്ളത്. കാഥോഡ് റേസിൽ നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് ആണുള്ളത്. അതിനെയാണ് ഇലക്ട്രോൺസ് എന്ന് പേര് നൽകിയത്. അങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന കാഥോഡ് റേസ് ആ ട്യൂബിനുള്ളിലെ ഇലക്ട്രോഡ് ഏത് മെറ്റീരിയൽ കൊണ്ടുള്ളതാണെന്നോ അല്ലെങ്കിൽ അതിനുള്ളിലെ ഗ്യാസ് ഏത് നേച്ചറുള്ളതാണെന്നോ ഏത് ഗ്യാസ് ആണെന്നോ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. Then charge on the electron discovered by R.A. Millikan by oil drop experiment. Then charge of electron is 1.602 into 10⁻⁻19 coulomb. Mass of electron is equal to 9.1 into 10⁻31 kilogram. ഈ വാല്യൂസൊക്കെ പ്രോബ്ലമൊക്കെ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ടോപ്പിക് ഡിസ്കവറി ഓഫ് പ്രോട്ടോൺസ്. നമ്മൾ ഡിസ്കവറി ഓഫ് ഇലക്ട്രോൺസ് കണ്ടിരുന്നു. അപ്പോൾ കാഥോഡ് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതൊക്കെ എങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഗോൾഡ്സ്റ്റെയിൻ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻറ്റ് വെച്ച് കാഥോഡ് റേസ് പ്രൊഡക്ഷൻ നടക്കുന്നതോടൊപ്പം തന്നെ, അതായത് കാഥോഡിൽ നിന്ന് റേസ് ആനോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ ആനോഡിൽ നിന്നും റേഡിയേഷൻസ് കാഥോഡിലേക്ക് ട്രാവൽ ചെയ്യുന്നതായിട്ടും കണ്ടെത്തി. അതായത് കാഥോഡിൽ നിന്നും ആനോഡിലേക്ക് കാഥോഡ് റേസ് പോകുന്ന പോലെ ആനോഡിൽ നിന്നും ചില റേസ് കാഥോഡിലേക്ക് പോകുന്നതായിട്ട് കണ്ടെത്തി. അതിൻ്റെ ചാർജ് നോക്കിയപ്പോൾ പോസിറ്റീവ് ചാർജാണ് എന്ന് മനസ്സിലായി. അതാണ് പ്രോട്ടോൺസ് ആണെന്നും പിന്നീട് പേര് നൽകി. ഇതാണ് ആനോഡ് റേസാണ്. ആനോഡ് റേസിനെ ഫസ്റ്റ് വിളിച്ചത് കനാൽ റേസ് എന്നതാണ്. കനാൽ റേസ് അല്ലെങ്കിൽ ആനോഡ് റേസ് എന്ന് പറയുന്നത് കാഥോഡിൽ നിന്ന് റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോലെ തന്നെ ആനോഡിൽ നിന്നും റേസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ റേസിന് പറയുന്ന പേരാണ് ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസ്. So rays travelled in opposite direction of cathode rays are called anode rays or canal rays. Then properties of canal rays, ഇത് എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, ഇമ്പോർട്ടൻ്റ് ആണ്. They travel in straight line. They deflected by both electric and magnetic field. Deflection towards the negative plate in electric field indicates that anode rays are positively charged. The behavior of these rays is opposite to that of cathode rays. അതായത് അതിൻ്റെ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ആയിട്ടായിരിക്കും. ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും പ്രസൻസിൽ ഡിഫ്ലക്റ്റ് ചെയ്യും. ദെൻ നെഗറ്റീവ് പ്ലേറ്റിൻ്റെ നേരെ ഡിഫ്ലക്റ്റ് ചെയ്യുന്നത് ഡിനോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആനോഡ് റേസ് ആർ പോസിറ്റീവ്ലി ചാർജ്ഡ്. പോസിറ്റീവ് ചാർജ് ഉള്ളതുകൊണ്ടാണ് അത് നെഗറ്റീവ് പ്ലേറ്റിലേക്ക് മൂവ് ചെയ്യുന്നത്.
ദെൻ ബിഹേവിയർ ഓഫ് ദീസ് റേസ് ഇസ് ഓപ്പോസിറ്റ് ടു ദാറ്റ് ഓഫ് കാഥോഡ് റേസ്. കാഥോഡ് റേസിന് നേരെ ഓപ്പോസിറ്റ് ബിഹേവിയർ ആയിരിക്കും ആനോഡ് റേസിന്. ദെൻ ഇലക്ട്രോണിൻ്റെ സിമ്പൽ ഇ, പ്രോട്ടോണിൻ്റെ പി, ന്യൂട്രോണിൻ്റെ എൻ. ദെൻ ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് -1.602 × 10⁻⁹ ആണ്. ചാർജ് ഓഫ് പ്രോട്ടോൺ എന്ന് പറയുന്നത് +1.602 × 10⁻⁹ ആണ്. ദെൻ ചാർജ് ഓഫ് ന്യൂട്രോൺ 0. ദെൻ റിലേറ്റീവ് ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രോൺ -1, പ്രോട്ടോൺ +1 ആൻഡ് ന്യൂട്രോൺ 0. Then mass of electron 9.1 × 10⁻31, proton 1.672 × 10⁻27, neutron 1.674 × 10⁻27. ഈ വാല്യൂസൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ആറ്റോമിക് മോഡൽസ്. അതായത് ഡിഫറെൻറ്റ് മോഡൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതിൽ ഫസ്റ്റ് മോഡലാണ് ജെ തോംസൺസ് മോഡൽ. പുഡിങ്ങിൽ റേസിൻസ് ചിതറിക്കിടക്കുന്ന പോലെ പോസിറ്റീവ് ചാർജുള്ള ഒരു സ്ഫിയറിൽ ഇലക്ട്രോൺസ് ചിതറിക്കിടക്കുന്ന പോലെയുള്ള ഒരു മോഡലായിരുന്നു ഇത്. അതാണ് പ്ലം പുഡിംഗ് മോഡൽ എന്ന് പറയുന്നത്. ഈ മോഡലിന് ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിച്ചില്ല. അതാണ് അതിൻ്റെ ഡ്രോബാക്ക് എന്ന് പറയുന്നത്. ഡ്രോബാക്ക്, ഇറ്റ് കുഡ് നോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. നെക്സ്റ്റ് മോഡൽ റൂദർഫോർഡ്സ് ന്യൂക്ലിയർ മോഡൽ ഓഫ് ആറ്റം. അതിനുവേണ്ടി നടത്തിയ എക്സ്പെരിമെൻ്റാണ് റൂദർഫോർഡ് സ്കാറ്ററിംഗ് എക്സ്പെരിമെൻറ്റ്. അതാണ് നിങ്ങൾ പിക്ചറിൽ കാണുന്നത്. ഇതിൽ ഒരു റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നും, അതായത് റേഡിയം പോലുള്ള റേഡിയോ ആക്റ്റീവ് സോഴ്സിൽ നിന്നും ആൽഫ പാർട്ടിക്കിൾസ് എന്ന് പറഞ്ഞാൽ He2+ ന്യൂക്ലിയാണ്. ആൽഫ പാർട്ടിക്കിൾസിനെ ഒരു സ്ലിറ്റിലൂടെ കടത്തിവിടുന്നു. രണ്ടാമത് കാണുന്ന സ്ലിറ്റാണ്. ആ സ്ലിറ്റിലൂടെ കടത്തിവിടുന്നു. അത് വന്ന് വീഴുന്നത് ഗോൾഡ് ഫോയിലാണ്, അതായത് തിൻ ഗോൾഡ് ഫോയിലാണ് വന്ന് വീഴുന്നത്. ഇനി അത് കഴിഞ്ഞിട്ട് ഗോൾഡ് ഫോയിൽ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് സിങ്ക് സൾഫൈഡിൻ്റെ സ്ക്രീൻ കാണാം. അതായത് ഈ ആൽഫ പാർട്ടിക്കിൾസ് ഗോൾഡ് ഫോയിലിൽ വന്ന് ബൊമ്പാർഡ് ചെയ്ത് കഴിഞ്ഞിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന സ്ക്രീനാണത്. അപ്പോൾ കണ്ട ഒബ്സർവേഷൻസ് എന്ന് പറയുന്നത് കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും ആ ഗോൾഡ് ഫോയിലൂടെ കടന്നുപോയി. ഒരു ഡിഫ്ലക്ഷനും ഇല്ലാതെ കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസും അതിലൂടെ കടന്നുപോയി. ഇനി വളരെ കുറച്ച് ആൽഫ പാർട്ടിക്കിൾസ് മാത്രം ഡിഫ്ലക്റ്റ് ചെയ്തു. ഒരു ചെറിയ ആംഗിളിലൂടെ ഡിഫ്ലക്റ്റ് ചെയ്തു. ഇനി അതിലും കുറവാണ് ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തത്. അതായത് മോസ്റ്റ് ഓഫ് ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ വിത്തൗട്ട് അണ്ടർഗോയിങ് എനി ഡിഫ്ലക്ഷൻ. എ ഫ്യൂ ആൽഫ പാർട്ടിക്കിൾസ് വെയർ ഡിഫ്ലക്റ്റഡ് ത്രൂ സ്മോൾ ആംഗിൾസ്. വെരി ഫ്യൂ വെയർ ഡിഫ്ലക്റ്റഡ് ബാക്ക്. ഇതിൻ്റെ കൺക്ലൂഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഒബ്സർവേഷൻ എന്തായിരുന്നു? മോസ്റ്റ് ഓഫ് ദ ആൽഫ പാർട്ടിക്കിൾസ് പാസ്ഡ് ത്രൂ ദ ഗോൾഡ് ഫോയിൽ. അതിൻ്റെ കൺക്ലൂഷൻ എന്താണ് വരുന്നത്? അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്? മോസ്റ്റ് ഓഫ് ദ സ്പേസ് ഇൻ ആൻ ആറ്റം ഈസ് എംപ്റ്റി. അതായത് കൂടുതൽ സ്പേസും ആറ്റത്തിൽ എംപ്റ്റിയാണ്. അതുകൊണ്ടാണ് കൂടുതൽ ആൽഫ പാർട്ടിക്കിൾസിന് അതിലൂടെ കടന്നു പോകാൻ കഴിഞ്ഞത്. ദെൻ സെക്കൻഡ് കൺക്ലൂഷൻ, ദർ ഇസ് എ ഹെവി പോസിറ്റീവ്ലി ചാർജ് മാസ് അറ്റ് ദ സെൻറ്റർ ഓഫ് ദ ആറ്റം. അതായത് ഒരു ആറ്റത്തിൻ്റെ സെൻറ്ററിൽ ഹെവി പോസിറ്റീവ്ലി ചാർജ്ഡ് മാസ് പ്രസൻ്റ് ആണ്. അതുകൊണ്ടാണ് അത് ആൽഫ പാർട്ടിക്കിൾസ് ഡിഫ്ലക്റ്റ് ചെയ്തത്, ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തത്. ഗോൾഡ് ഫോയിലിൽ ബൊമ്പാർഡ് ചെയ്തതിന് ശേഷം ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തത്. ദെൻ തേർഡ് കൺക്ലൂഷൻ എന്ന് പറയുന്നത് ഹെവി പോസിറ്റീവ് സെൻറ്റർ പ്രസൻറ്റ് ഇൻ ദ ആറ്റം മസ്റ്റ് ബി വെരി സ്മോൾ ഇൻ സൈസ്. അതായത് വളരെ ചെറിയ അളവ് പാർട്ടിക്കിൾസ് മാത്രമാണ് ബാക്കിലേക്ക് ഡിഫ്ലക്റ്റ് ചെയ്തത്. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സെൻറ്ററിൽ ഹെവി ആയിട്ടുള്ളൊരു മാസിൻ്റെ പോസിറ്റീവ് ചാർജുള്ള മാസ് ഉണ്ടെങ്കിലും അതിൻ്റെ സൈസ് കുറവാണ്. അപ്പോൾ ഈ മോഡൽ തന്നെയാണ് പ്ലാനറ്ററി മോഡൽ ഓഫ് ദ ആറ്റം. നെക്സ്റ്റ് കൺക്ലൂഷൻ, ന്യൂക്ലിയസ് ഈസ് സറൗണ്ടഡ് ബൈ നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസ്. ദെൻ ഇലക്ട്രോൺസ് റിവോൾവ് അറൗണ്ട് ദ ന്യൂക്ലിയസ് അറ്റ് വെരി ഹൈ വെലോസിറ്റി. അതായത് ഫോർത്തും ഫിഫ്ത്തും ഇലക്ട്രോൺസിനെ പറ്റിയാണ് പറയുന്നത്. അതായത് പോസിറ്റീവ് ചാർജുള്ള ന്യൂക്ലിയസ് ചുറ്റും ഇലക്ട്രോൺസ് റിവോൾവ് ചെയ്യുന്നു. ആ റിവോൾവ് ചെയ്യുന്ന ഇലക്ട്രോൺസ് വെരി ഹൈ വെലോസിറ്റിയിലാണ് റിവോൾവ് ചെയ്യുന്നത്. ദെൻ ഡ്രോബാക്സ് ഓഫ് റൂദർഫോർഡ് മോഡൽ. ഫസ്റ്റ് വൺ, ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ സ്റ്റെബിലിറ്റി ഓഫ് ആറ്റം. ആറ്റത്തിൻ്റെ സ്റ്റെബിലിറ്റിയെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും സാധിച്ചില്ല. ദെൻ ഇറ്റ് കനോട്ട് എക്സ്പ്ലെയിൻ ദ എക്സിസ്റ്റൻസ് ഓഫ് സർട്ടൻ ഡെഫിനിറ്റ് ലൈൻസ് ഇൻ ദ ഹൈഡ്രജൻ സ്പെക്ട്രം. അതായത് ഹൈഡ്രജൻ സ്പെക്ട്രം നമ്മളിനി നെക്സ്റ്റ് ക്ലാസ്സിൽ റിവൈസ് ചെയ്യും. ഹൈഡ്രജൻ സ്പെക്ട്രത്തിലെ സ്പെക്ട്രൽ ലൈൻസിനെ പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ റൂദർഫോർഡിൻ്റെ മോഡലിന് സാധിച്ചില്ല. നെക്സ്റ്റ് ടോപ്പിക്, അറ്റോമിക് നമ്പർ ആൻഡ് മാസ് നമ്പർ. അറ്റോമിക് നമ്പർ Z കൊണ്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അറ്റോമിക് നമ്പർ ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ദാറ്റ് ഇസ് ഓൾസോ ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് ഒന്നുകിൽ ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആവാം, അല്ലെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആവാം.
ദെൻ മാസ് നമ്പർ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ലെറ്റർ എ കൊണ്ടാണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ്. ടോട്ടൽ നമ്പർ ഓഫ് പ്രോട്ടോൺസ് ആൻഡ് ന്യൂട്രോൺസ് എന്ന് പറയുന്നതാണ് മാസ് നമ്പർ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിൽ മാസ് നമ്പറാണ് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഴുതുന്നത് എ. ദെൻ ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ സെഡ്. എക്സാമ്പിൾ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറും മാസ് നമ്പറും 1 ആണ്. ദെൻ അനദർ എക്സാമ്പിൾ സോഡിയത്തിൻ്റെ മാസ് നമ്പർ 23, അറ്റോമിക് നമ്പർ 11. ദെൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുന്നത് അറ്റോമിക് നമ്പർ ആണെന്ന് അറിയാം, അത് സെഡ് കൊണ്ടാണ് റിപ്രസെൻറ്റ് ചെയ്യുന്നത്. ദെൻ നമ്പർ ഓഫ് പ്രോട്ടോൺസ് പറയുന്നത് എന്ത് തന്നെയാണ്? അറ്റോമിക് നമ്പർ തന്നെയാണ്. ഇനി മാസ് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് പ്ലസ് നമ്പർ ഓഫ് ന്യൂട്രോൺസ്. അപ്പോൾ നമ്പർ ഓഫ് ന്യൂട്രോൺസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ. ദെൻ നെക്സ്റ്റ് ടോപ്പിക് ഐസോടോപ്സ്. ഐസോടോപ്സ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ. അതായത് ഒരു എലമെൻറ്റിൻ്റെ തന്നെ സെയിം അറ്റോമിക് നമ്പറും ഡിഫറെൻറ്റ് മാസ് നമ്പറും ഉള്ളതുമായ ആറ്റംസ്. ഫോർ എക്സാമ്പിൾ ഹൈഡ്രജൻ 1H1 എന്ന് പറഞ്ഞാൽ പ്രോട്ടിയം, 1H2 എന്ന് പറയുന്നത് ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പാണ്, ഡ്യൂട്ടീരിയാണ്. ദെൻ 1H3 എന്ന് പറയുന്നത് ട്രിഷിയം, ഹൈഡ്രജൻ്റെ വേറൊരു ഐസോട്ടോപ്പാണ്. സോ ആറ്റംസ് ഓഫ് ദ സെയിം എലമെൻറ്റ് ഹാവിങ് ദ സെയിം അറ്റോമിക് നമ്പർ ആൻഡ് ഡിഫറെൻറ്റ് മാസ് നമ്പർ. ദെൻ ഐസോബാസ് എന്ന് പറയുന്നത് ആറ്റംസ് ഓഫ് ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് വിച്ച് ഹാവ് സെയിം മാസ് നമ്പർ. അതായത് എലമെൻറ്റ്സ് ഡിഫറെൻ്റ് ആയിരിക്കും, പക്ഷേ അവയുടെ മാസ് നമ്പർ സെയിം ആയിട്ട് വരുന്നതാണ് ഐസോബാസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ ആൻഡ് കാർബൺ. ഇവിടെ കണ്ടോ രണ്ടിൻ്റെയും മാസ് നമ്പർ, അതായത് ലെഫ്റ്റ് സൈഡിൽ മുകളിൽ എഴുതുന്നതാണ് മാസ് നമ്പർ, ലെഫ്റ്റ് സൈഡിൽ താഴെ എഴുതുന്നതാണ് അറ്റോമിക് നമ്പർ. രണ്ടിൻ്റെയും മാസ് നമ്പർ സെയിം ആണ്, 14 ആണ്. സോ ദേ ആർ ഐസോബാസ്. Then isotones, atoms of different elements having the same number of neutrons. അതായത് ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ആണ്, പക്ഷേ അവയ്ക്ക് സെയിം നമ്പർ ന്യൂട്രോൺസ് ആണ് ഉള്ളത്. ഫോർ എക്സാമ്പിൾ നൈട്രജൻ ആൻഡ് കാർബൺ. ഇവിടെ നൈട്രജൻ്റെ മാസ് നമ്പർ 15, അറ്റോമിക് നമ്പർ 7. കാർബണിൻ്റെ മാസ് നമ്പർ 14, അറ്റോമിക് നമ്പർ 6. അതായത് മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ആണല്ലോ ന്യൂട്രോൺസ്. രണ്ടിലും മാസ് നമ്പർ മൈനസ് അറ്റോമിക് നമ്പർ ചെയ്യുമ്പോൾ കിട്ടുന്നത് 8 ആണ്, സെയിം ആണ്. അതാണ് ന്യൂട്രോൺസിൻ്റെ എണ്ണം എന്ന് പറയുന്നത്. അതായത് ആറ്റംസിൻ്റെ ഡിഫറെൻറ്റ് എലമെൻറ്റ്സിൻ്റെ ആറ്റംസ് ആണ്, പക്ഷേ സെയിം ന്യൂട്രോൺസ് ആണ്. ഇതാണ് ഐസോടോൺസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക് ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. അതായത് ലൈറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്, സ്പേസിൽ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത് വേവ്സ് ആയിട്ടാണ്, വേവ്സിൻ്റെ ഫോമിലാണ്. ദീസ് വേവ്സ് ആർ അസോസിയേറ്റഡ് വിത്ത് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്. ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്, അതുകൊണ്ടാണ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് പറയുന്നത്, ഇൻക്രീസ് ചെയ്യുന്ന ഓർഡർ എന്ന് പറയുന്നത് ഗാമ റേസിനാണ് ഏറ്റവും കുറവ്. ദെൻ ഗാമ റേസ് ലെസ് ദാൻ, എക്സ് റേസ് ലെസ് ദാൻ, UV റേസ് ലെസ് ദാൻ, വിസിബിൾ ലൈറ്റ് ലെസ് ദാൻ, IR ലെസ് ദാൻ, മൈക്രോവേവ്സ് ലെസ് ദാൻ റേഡിയോ വേവ്സ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത് ഏതിനാണ്? റേഡിയോ വേവ്സിനാണ് ഏറ്റവും കൂടുതൽ വേവ് ലെങ്ത്. ഏറ്റവും കുറവ് വേവ് ലെങ്ത് ഗാമ റേസിനാണ്. ഇതിൻ്റെ റിവേഴ്സാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി. നമ്മൾ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് കണ്ടു, ഇപ്പോൾ എഴുതിയിരിക്കുന്നതിൻ്റെ റിവേഴ്സ് ഓർഡറിലാണ് ഇൻക്രീസിങ് ഓർഡർ ഓഫ് ഫ്രീക്വൻസി വരുന്നത്. ഇനി ഈ റേഡിയേഷന് ട്രാൻസ്മിഷന് മീഡിയം ആവശ്യമില്ല, അതെല്ലാം ഒരേ സ്പീഡിലാണ് മൂവ് ചെയ്യുന്നത്. അതായത് അതിൻ്റെ വെലോസിറ്റി സെയിം ആണ്, 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻസ് വേവ് ലെങ്ത്തിൻ്റെ ഇൻക്രീസിങ് ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിക്രീസിങ് ഓർഡറിൽ എഴുതിയിരിക്കുന്നത് നമ്മൾ കണ്ടു. ഇങ്ങനെ ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷനെ അറേഞ്ച് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം. ദ അറേഞ്ച്മെൻറ്റ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷൻ അക്കോർഡിംഗ് ടു ദ വേവ് ലെങ്ത് ഓർ ഫ്രീക്വൻസി. അതായത് വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വേവ് ലെങ്ത് ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ, ഫ്രീക്വൻസി ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറിൽ അല്ലെങ്കിൽ ഫ്രീക്വൻസി ഡിക്രീസ് ചെയ്യുന്ന ഓർഡറിൽ എഴുതുന്നതിനെ അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോ മാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. ഇവിടെ വേവ് ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്ന ഓർഡറാണ് കാണിച്ചിരിക്കുന്നത്. ഗാമ റേസ് ലെസ് ദാൻ, എക്സ് റേസ് ലെസ് ദാൻ, UV ലെസ് ദാൻ, വിസിബിൾ ലെസ് ദാൻ, IR ലെസ് ദാൻ, മൈക്രോവേവ്സ് ലെസ് ദാൻ, റേഡിയോ വേവ്സ്. അപ്പോൾ കൂടുതൽ വേവ് ലെങ്ത് ഏതിനാണ്? റേഡിയോ വേവ്സിനാണ്. ഏറ്റവും കുറവ് ഗാമ റേസിനാണ്.
ദെൻ ഫ്രീക്വൻസി ആൻഡ് വേവ് ലെങ്ത് തമ്മിലുള്ള റിലേഷനാണ് ഫ്രീക്വൻസി ന്യൂ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു 1/λ, ദെൻ ന്യൂ ഈക്വൽ ടു 1 കോൺസ്റ്റൻറ്റ് c ഇൻറ്റു 1/λ. c എന്ന് പറഞ്ഞാൽ വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 3 × 10⁸ m/s ആണ്. ദെൻ വേവ് നമ്പർ എന്ന് പറയുന്നത് ന്യൂ ബാർ, ദാറ്റ് ഈസ് ഈക്വൽ ടു 1/λ. വേവ് നമ്പർ ന്യൂ ബാർ ഈക്വൽ ടു 1/λ. ഇലക്ട്രോ മാഗ്നറ്റിക് റേഡിയേഷന് പാർട്ടിക്കിൾ നേച്ചറുണ്ട്, വേവ് നേച്ചറുണ്ട്. അതിൽ പാർട്ടിക്കിൾ നേച്ചറിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി. അതിൻ്റെ പോസ്റ്റുലേറ്റ്സ് ആണ്. ഫസ്റ്റ് വൺ, ദ റേഡിയൻറ്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് ഡിസ്കണ്ടിന്യൂസ്ലി ഇൻ ദ ഫോം ഓഫ് സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി കോൾഡ് ക്വാണ്ട ഓർ ക്വാണ്ടം. അതായത് റേഡിയൻറ്റ് എനർജി, ദാറ്റ് ഫോം ഓഫ് എനർജി എമിറ്റ് ചെയ്യുന്നതും ഓർ അബ്സോർബ് ചെയ്യുന്നതും കണ്ടിന്യൂസ് ആയിട്ടായിരിക്കില്ല, ഡിസ്കണ്ടിന്യൂസ് ആയിട്ടായിരിക്കും. ഏത് ഫോമിലായിരിക്കും അത്? സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ഫോമിലാണ്. സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ഫോമിലാണ്. ആ സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജിക്ക് പറയുന്ന പേരാണ് ക്വാണ്ട അല്ലെങ്കിൽ ക്വാണ്ടം എന്ന് പറയുന്നത്. അതായത് ദ റേഡിയൻറ്റ് എനർജി ഈസ് എമിറ്റഡ് ഓർ അബ്സോർബ്ഡ് നോട്ട് കണ്ടിന്യൂസ്ലി ബട്ട് discontinuously in the form of small packets of energy called quanta or quantum. Then second postulate, the amount of energy associated with a quantum of energy is proportional to the frequency. അതായത് അതിൻ്റെ എനർജി എന്ന് പറയുന്നത് E, that is directly proportional to frequency nu. E directly proportional to nu. The amount of energy associated with a quantum of energy is directly proportional to its frequency. That is E directly proportional to nu, then E equal to h nu. h എന്ന് പറയുന്നത് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. ഇറ്റ്സ് വാല്യൂ ഈസ് 6.626 × 10⁻34 J/s. So the second postulate is the amount of energy associated with a quantum of energy is directly proportional to the frequency. Then third postulate, a body can emit or absorb energy only as an integral multiple of quantum. A body can emit or absorb energy only as an integral multiple of quantum. അതായത് ഒരു ക്വാണ്ടത്തിൻ്റെ എനർജി എന്ന് പറയുന്നത് E = h nu ആണെന്ന് നമ്മൾ കണ്ടു. അതിൻ്റെ ഇൻ്റഗ്രൽ മൾട്ടിപ്പിൾ ആയിരിക്കും അത് അബ്സോർബ് ചെയ്യുകയോ എമിറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത്. എന്ന് പറയുന്നതാണ് ഇൻറ്റിജർ. സോ E = nh nu. n = 1, 2, 3 etc. Next problem, in the infrared region of the atomic spectrum of hydrogen, a line is obtained at 3802 cm². Calculate the energy of this photon. അതായത് വേവ് നമ്പറാണ് തന്നിരിക്കുന്നത്. സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് എന്ന് പറയുന്ന വേവ് നമ്പറിൻ്റെ യൂണിറ്റാണ്. ഹൈഡ്രജൻ ലൈൻ കിട്ടിയിരിക്കുന്നത് 3802 cm². അപ്പോൾ ന്യൂ ബാർ അതായത് വേവ് നമ്പറാണ് 3802 cm² എന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫോർമുല എന്ന് പറയുന്നത് നമുക്ക് എനർജിയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ E = h nu. ന്യൂ എന്ന് പറയുന്നത് നമ്മൾ റിലേഷൻ പഠിച്ചിരുന്നു. ന്യൂ = c/λ എന്നൊരു റിലേഷൻ പഠിച്ചിരുന്നു. ഇനി സോ E = hc ന്യൂ ബാർ. അതായത് 1/λ എന്ന് പറയുന്നതാണല്ലോ ന്യൂ ബാർ എന്ന് പറയുന്നത്. 1/ വേവ് ലെങ്ത് എന്ന് പറയുന്നതാണ് വേവ് നമ്പർ ന്യൂ ബാർ എന്ന് പറയുന്നത്. അപ്പോൾ E = hc ന്യൂ ബാർ എന്ന് കിട്ടി. അതായത് E = h nu ആണ്. ന്യൂവിന് പകരം നമ്മൾ hc/λ എന്ന് എഴുതി. ദെൻ ന്യൂ എന്ന് പറയുന്നത് എന്താണ്? c/λ ആയതുകൊണ്ടാണ്. ദെൻ 1/λ എന്ന് പറയുന്നത് എന്താണ്? ന്യൂ ബാറാണ്. സോ E = hc ന്യൂ ബാർ. ദെൻ ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. E h എന്ന് പറഞ്ഞാൽ പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്. 6.626 × 10⁻34 ഇൻറ്റു c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ് 3 × 10⁸ ഇൻറ്റു ന്യൂ ബാർ എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് 3802. സോ ആൻസർ ഈസ് 7.56 × 10⁻20 7.56 × 10⁻20 ജൂള്. അപ്പോൾ നെക്സ്റ്റ് പാർട്ട് നിങ്ങൾ കാണുന്നതിനായിട്ട് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ നിങ്ങൾക്ക് ഇനിയുള്ള റിവിഷൻ ക്ലാസ്സുകളും കാണാൻ സാധിക്കും.